പ്രിയമുള്ള ഏവർക്കും നമസ്കാരം. നാം ഭഗവാൻ കൃഷ്ണനെ പറ്റി പഠിക്കുമ്പോൾ അദ്ദേഹം പല സന്ദർഭങ്ങളിലും, പ്രത്യേകിച്ച് ഭഗവത്ഗീതയിൽ, നിഷ്കാമ കർമ്മത്തെപ്പറ്റിയും കർമ്മഫലത്തെപ്പറ്റിയും കർമ്മത്തെപ്പറ്റിയൊക്കെ വളരെ വിശദമായിട്ട് സംസാരിക്കാറുണ്ട്. ഇന്ന് സ്വന്തം ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ കർമ്മഗതിയുടെ ഒരു സ്വഭാവം അദ്ദേഹം തന്നെ വിശദീകരിച്ചേക്കുന്നത് നമുക്ക് ലളിതമായിട്ട് പഠിക്കാം. നിങ്ങൾക്കെല്ലാം അറിയാം, രാസലീല നടക്കുന്നതും ഭഗവാൻ കൃഷ്ണൻ പൗർണമി നാളിൽ വൃന്ദാവനത്തിൽ രാസകേളി നടത്തിയതും ഗോപികമാരെല്ലാം അതിൽ പങ്കെടുത്തതും ഒക്കെ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഒരു ദിവസം ഒരു പൗർണമി നാളിൽ ഗോപികമാർ ചന്ദ്രനുദിച്ചു ചേർന്നപ്പോൾ യമുനാ പുളിനത്തിൽ വന്ന് കാത്തു നിന്നു. പക്ഷേ വളരെ വൈകിട്ടും കൃഷ്ണനെ കണ്ടില്ല. രാത്രി വളരെ വൈകിയപ്പോൾ കൃഷ്ണൻ അവിടെ വന്നു. അപ്പോൾ ഗോപികമാർ പരിഭവം പറഞ്ഞു, എന്താ ഞങ്ങളെ ഉപേക്ഷിച്ച് ഇത്രയും സമയം എവിടായിരുന്നു എന്നൊക്കെ ചോദിച്ചു, പരാതി പറഞ്ഞു. ഒന്നോട് നിങ്ങളോടുള്ള വിരോധം കൊണ്ടല്ല, ദുർവാസാവ് മഹർഷി യമുനയ്ക്കപ്പുറത്ത് ഭണ്ഡീരവനത്തിലെത്തി അദ്ദേഹത്തെ സ്വീകരിച്ച് ആനയിച്ച് അദ്ദേഹത്തിന് വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തിട്ട് വേണമായിരുന്നു എനിക്ക് വരാൻ. അതുകൊണ്ടാണ് ഞാൻ അന്ന് താമസിച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ ഗോപികമാർ പറഞ്ഞു, മഹർഷി അവിടെ എവിടെയുണ്ടോ അവിടെ ഞങ്ങൾക്കും പോയാൽ കൊള്ളാമെന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കിട്ടണം. പക്ഷെ എങ്ങനെ പോകും? ഉടനെ പറഞ്ഞു, നിങ്ങൾ തയ്യാറായാൽ മതി, പോകാനൊക്കെ വഴി ഒപ്പിക്കാം. ഗോപികമാരെല്ലാം വീട്ടിലോട്ട് ഓടി. പലഹാരങ്ങൾ, അവിൽ കുതിർത്തത്, അവിലും മലരും, ലഡു, ജിലേബി, അങ്ങനെ മധുര പലഹാരങ്ങൾ, പഴങ്ങൾ ഒക്കെ സംഘടിപ്പിച്ച് ഓരോരുത്തരും വന്നു. പക്ഷേ യമുന എങ്ങനെയാണ് രാത്രിയിൽ കിടക്കുന്നത്? അതിനുള്ള വഴി പറഞ്ഞു തരണമെന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, നിങ്ങൾ യമുനയുടെ തീരത്തി എന്നിട്ട് പറയണം, ശ്രീകൃഷ്ണൻ നിത്യബ്രഹ്മചാരിയാണെങ്കിൽ ഞങ്ങൾക്ക് അക്കരയ്ക്ക് പോകാൻ വഴി തരണം എന്ന് പറയണമെന്ന് പറഞ്ഞു. ഗോപികമാർക്ക് അതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ വേണ്ട ഭഗവാൻ പറഞ്ഞതല്ലയോ എന്ന് വിചാരിച്ച് അവിടെ പോയി യമുനയുടെ കാര്യയ്ക്ക് നിന്നിട്ട് പറഞ്ഞു, ശ്രീകൃഷ്ണൻ നിത്യബ്രഹ്മചാരിയാണെങ്കിൽ ഞങ്ങൾക്ക് അക്കരയ്ക്ക് പോകാനുള്ള വഴി തരണം. യമുന വഴിമാറിക്കൊടുത്തു. ഇവരക്കരെ പോയി ഭണ്ഡീരവനത്തിലെത്തി ദുർവാസാവിനെ സന്ദർശിച്ചു. അദ്ദേഹത്തിനെ സാഷ്ടാംഗം പ്രണമിച്ചു. ദുർവാസാവിന് വളരെ സന്തോഷമായി. ഇവരോരോരുത്തരായിട്ട് വന്ന് അവർ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അദ്ദേഹത്തിന് കൊടുത്തപ്പോൾ ഇത് വാരിക്കൊടുക്കണം, അദ്ദേഹത്തിന് വാരിക്കൊടുക്കണമെന്ന് അവർക്ക് ആഗ്രഹം. അദ്ദേഹം ഇങ്ങനെ വലുതായിട്ട് തുറന്നിരുന്നു. ഓരോരുത്തരും അവർ കൊണ്ടുവന്ന വസ്തുക്കൾ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ വായിലോട്ട് വെച്ചു കൊടുത്തു. അനേകം ഗോപി സ്ത്രീകൾ കൊണ്ടുവന്ന വസ്തുക്കളെല്ലാം അദ്ദേഹം തിന്നു തീർത്തു. രാത്രി അവരെ അനുഗ്രഹിച്ചു. തിരിച്ചു പോകണം. അവർക്ക് കൃഷ്ണൻ കാത്തിരിക്കുന്നവിടെ തന്നെയല്ലേ വീട്ടിൽ പോകണം. അപ്പം ദുർവാസാവിനോട് ഇവർ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴേ ഇങ്ങനെ കൃഷ്ണൻ പറഞ്ഞൊരു വാക്ക് യമുനയുടെ തീരത്ത് പറഞ്ഞപ്പോൾ യമുന വഴിമാറി തന്നു. അതുപോലെ അങ്ങ് ഞങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള ഒരു വഴി ഉപദേശിച്ചു തരണം. അദ്ദേഹം കണ്ണടച്ച് ധ്യാനിച്ചിട്ട് ഗോപികമാരോട് പറഞ്ഞു, യമുനയുടെ തീരത്ത് എന്നിട്ട് ദുർവാസാവ് മഹർഷി കറുകച്ചാറ് മാത്രം കഴിച്ചുകൊണ്ട് ഉപവസിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. അദ്ദേഹം വേറൊന്നും കഴിക്കാറില്ല. ഇത് സത്യമാണെങ്കിൽ വഴിമാറിത്തരണമെന്ന് പറഞ്ഞു. ഇവരതുപോലെ ചെന്ന് അവിടെ പറഞ്ഞു. യമുന വഴിമാറിക്കൊടുത്തു. അവരക്കരെ ചെന്ന് കൃഷ്ണനെ കണ്ടു, കാര്യങ്ങളൊക്കെ പറഞ്ഞു, സന്തോഷമായി. പക്ഷേ ഗോപികമാരൊരു സംശയം ചോദിച്ചു കൃഷ്ണനോട്. എന്താ സംശയം എന്നറിയണ്ടേ? കൃഷ്ണ, നീ ഞങ്ങളുടെ ജാരനാണ്, ഞങ്ങളുമായിട്ട് എപ്പോഴും രാസൽക്കേളി നടത്തുന്ന ആളാണ്, സ്ത്രീകളുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ്. നീ ബ്രഹ്മചാരിയാണെന്ന് പറഞ്ഞപ്പോൾ യമുന വഴിമാറി. ഞങ്ങൾക്കും നിനക്കും അറിയാം ഇത് കള്ളമാണെന്ന്. പക്ഷേ യമുന എന്തുകൊണ്ട് വഴിമാറി? അടുത്തത്, തിരിച്ചിങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങൾ കൊണ്ടുപോയ ആഹാരം മൊത്തം കഴിച്ച ദുർവാസാവ് മഹർഷി പറയുകയാണ്, ദുർവാസാവ് എന്ന് പറയുന്ന മഹർഷി കറുകനീര് മാത്രം കഴിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്, മറ്റാഹാരമൊന്നും കഴിക്കാറില്ല. ഇത് സത്യമാണെങ്കിൽ വഴിമാറി തരണം. ഞങ്ങൾ അങ്ങനെ വന്ന് പറഞ്ഞപ്പോഴും വഴിമാറി തന്നു. ഞങ്ങൾ കൊണ്ടുപോയ ആഹാരം മൊത്തം കഴിച്ചതിന് ശേഷം അദ്ദേഹം ഇത് പറയുന്നേ. ഞങ്ങളെ ഇത് ആകപ്പാടെ അത്ഭുതപ്പെടുത്തുന്നു. അപ്പോൾ കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ നിങ്ങളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ
ഞാനല്ലാതായി മാറുന്നില്ല. എനിക്കതിൽ നിന്ന് പ്രത്യേകിച്ച് ആനന്ദമൊന്നും ഞാൻ ആസ്വദിക്കുന്നില്ല. നിങ്ങൾക്കാണ് ആനന്ദവും, നിങ്ങൾക്കാണ് അതിൻ്റെ ലാഭവും ഒക്കെ ഉള്ളത്. എനിക്കതിൽ നിന്നൊരു നേട്ടവുമില്ല. ഞാനത് കൊണ്ട് സന്തോഷിക്കുന്നുമില്ല, ദുഃഖിക്കുന്നുമില്ല. അതുകൊണ്ട് എന്നെ ഈ കർമ്മത്തിൻ്റെ ഫലം ബാധിക്കുന്നില്ല. ഞാൻ ബ്രഹ്മചാരി തന്നെയാണ്. അതാണ് ഇവനെ വഴിമാറിയത്. ഇനി ദുർവാസാവിനെ സംബന്ധിച്ചിടത്തോളം, നിങ്ങൾ കൊണ്ടു കൊടുത്ത ഈ സാധനങ്ങളൊക്കെ അദ്ദേഹം കഴിച്ചെന്ന് പറയുന്നത് നിങ്ങളെ സന്തോഷിപ്പിക്കാനാണ്. അദ്ദേഹത്തിന് വിശപ്പടക്കാനല്ല. വിശപ്പടക്കാനെന്നെ ഒരാൾ കൊണ്ടുപോയി കഴിച്ചാൽ മതി. അദ്ദേഹം നിങ്ങൾ കൊണ്ടുപോയത് എല്ലാ സാധനങ്ങളും കഴിച്ചിട്ടാണ് പറയുന്നത്. കറുനീര് കഴിച്ചാണ് ഞാൻ കഴിയുന്നത്. അതാണ് സത്യം. നിങ്ങളെ സന്തോഷിപ്പിക്കാൻ അദ്ദേഹം ഇതൊക്കെ കഴിച്ചു എന്നുള്ളതേ ഉള്ളൂ. അദ്ദേഹം കറുനീരാണ് അദ്ദേഹത്തിൻ്റെ ആഹാരം. അപ്പം നമ്മൾ നിഷ്കാമ കർമ്മം ചെയ്താൽ ആ കർമ്മത്തിൻ്റെ ഫലങ്ങൾ നമ്മളെ ബാധിക്കുകയോ നമ്മൾ ആ കർമ്മത്തിൻ്റെ പിന്തുടർച്ചക്കാരായി മാറുകയോ ചെയ്യുന്നില്ല എന്നാണ് ഗോപികുമാരെ കൃഷ്ണൻ, ദുർവാസാവ് ഇവർ രണ്ടുപേരും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത്. അവരുടെ ജീവിത രീതികളിൽ കൂടി യമുന ഇത് രണ്ടും സത്യമായതുകൊണ്ടാണ് വഴിമാറിക്കൊടുത്തത്. അപ്പം നിഷ്കാമ കർമ്മമാണ് നമ്മൾ എപ്പോഴും സ്വീകരിക്കേണ്ടത്. അടുത്ത വേറൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.